ഈ തെരുവിലെല്ലാം ഉണ്ട് റെസ്റ്റോറന്റുകൾ. ടീ ആൻഡ് കോഫി ഷോപ്പ് എന്നാണ് ബോർഡെങ്കിലും വൈൻ കടകളും നിരവധി. ഏതുതരം മദ്യവും ഈ റെസ്റ്റോറന്റുകളിലൊക്കെ ലഭിക്കും. മദ്യം വിൽക്കുന്ന കട, മദ്യം ലഭിക്കാത്ത കട എന്നൊരു വേർതിരിവ് ഇവിടെയില്ല. എവിടെയും മദ്യം ലഭ്യമാണ്. എല്ലാവരുടെയും മുന്നിൽ ബിയർ ഗ്ലാസുകളുണ്ട്. പക്ഷേ ഇവിടെ ആരും പരിധി വിടുന്നില്ല. മദ്യം കൊണ്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ പ്രകടമല്ല. മദ്യക്കടകൾക്ക് മുന്നിൽ നീണ്ട ക്യൂവും ഇന്നാട്ടിലെങ്ങുമില്ല. നാടിന്റെ സാംസ്കാരിക പശ്ചാത്തലവും പരിഷ്കൃത സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്നുള്ള പൗരബോധവുമാണ് ഇവിടെ നാം കാണുന്ന കുലീനത്വത്തിന്റെ പ്രധാന ഘടകങ്ങൾ. വിയന്നയിലായാലും ബ്രാറ്റിസ്ലാവയിലായാലും പ്രാഗിലായാലും ഒരേ സംസ്കാരത്തിന്റെ തുടർച്ചയുള്ള ജനതയാണ് കാണുന്നതെന്ന് നമുക്ക് തോന്നും. ഇവരെല്ലാം ഉയർന്ന ധാർമ്മിക ബോധമുള്ളവരും സത്യസന്ധരുമാണെന്ന് കരുതേണ്ടതില്ല. ഇതിലുമുണ്ടാകാം മോഷ്ടാക്കളും തട്ടിപ്പുകാരും സാമൂഹ്യ വിരുദ്ധ ചിന്താഗതിയുള്ളവരും. എന്നാൽ പൊതുസമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് ഇവർക്കറിയാം. വേഷത്തിൽ നിന്നോ ശരീരഭാഷയിൽ നിന്നോ നോട്ടത്തിൽ നിന്നോ ഇവിടെ ഒരു ക്രിമിനലിനെയും നമുക്ക് കണ്ടെത്താനാവില്ല. ചിന്താഗതി എന്തുതന്നെയാവട്ടെ, പുറമേക്ക് അതൊന്നും പ്രകടിപ്പിക്കാതിരിക്കുക എന്നതും ആധുനിക സമൂഹത്തിൽ വളരെ പ്രാധാന്യമാർന്ന കാര്യമാവുന്നു. ഞാനിപ്പോൾ സെന്റ് മാർട്ടിൻസ് കത്തീഡ്രലിനടുത്തെത്തിയിരിക്കുന്നു. ഉച്ചയ്ക്ക് ഇവിടെ വന്നിറങ്ങിയ നേരത്ത് ഈ പള്ളിയുടെ അകത്തൊന്ന് കയറാൻ പറ്റിയിരുന്നില്ല. 1452 നിർമ്മിതമായ ദേവാലയമാണ്. അതിനു മുൻപ് ഇതു നിൽക്കുന്ന സ്ഥാനത്ത് ചെറിയൊരു ചാപ്പലാണ് ഉണ്ടായിരുന്നത്. ഹംഗേറിയൻ ചക്രവർത്തിമാരുടെ കിരീടധാരണം നടന്നിരുന്ന കത്തീഡ്രൽ എന്നതാണ് ചരിത്രപരമായി ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. ക്രൗൺ ഓഫ് സെന്റ് സ്റ്റീഫൻ എന്നാണ് ഹംഗേറിയൻ ചക്രവർത്തിമാർ അണിഞ്ഞിരുന്ന കിരീടം അറിയപ്പെടുന്നത്.